ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമാണോ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മമ്മൂറയിൽ ഖദീജ സ്കൂളിൻ്റെ ബാക്ക് സൈഡായിട്ട് നല്ലൊരു ലേഡീസ് പാർക്ക് ഉണ്ട് കേട്ടോ. ലേഡീസ് പാർക്ക് നല്ല പാർക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതുമല്ല, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. മമ്മൂറയിലാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ ഇത് ലേഡീസാണ്. ലേഡീസിന് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അത് ആർക്കെങ്കിലും എല്ലാം ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കണമെങ്കിൽ നല്ല രസമുണ്ട് പാർക്കിൽ. കണ്ടോ, ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഫോട്ടോ കാര്യങ്ങളോ വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ മമ്മൂറയിൽ ഖദീജ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കേട്ടോ. പിന്നെ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല രസമുള്ള പാർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മക്കളായിട്ടെല്ലാം, ഇപ്പോൾ തണുപ്പാണ്, ഉച്ചക്കെല്ലാം പോയാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഒരു 3 മണിക്കെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അതിവിടെ എല്ലാം കാണാൻ. ഇവിടെ നല്ല ഫോട്ടോ എടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വല്ലാത്തൊരു മനസ്സിലെന്തോ ഒരു വിഷമം, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ശ്രീജ വന്നത്. നീ എന്താ കാട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു ഇപ്പോൾ നമുക്ക് പാർക്കിൽ പോവുകയെന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഞാൻ പാർക്കിൽ പോയിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ അടുക്ക് അതാ നമ്മളെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. ഞാനതിങ്ങനെ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പൊയ്ക്കോളൂ, എൻജോയ് ചെയ്തോളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഊഞ്ഞാലുണ്ട്, പിന്നെ ആ ഊരുന്ന സാധനമുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഫുള്ള് കല്ലാണ് കേട്ടോ. ഫുള്ള് കല്ലിൽ നല്ല കല്ല് വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യമെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് എല്ലാം ആകുമ്പോൾ ഒന്ന് മനസ്സൊന്ന് ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ആരും മടിക്കണ്ട. ഇത് മമ്മൂറ പാർക്കാണ് കേട്ടോ. ലേഡീസ് പാർക്ക് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുതേ. അപ്പോൾ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നു, രാവിലെല്ലാം നല്ല മഴയാണ്. പിന്നെ നമ്മളെ ഈ മഞ്ഞപ്പൂവില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. എല്ലായിടത്തും അത് പിടിപ്പിച്ചിന്. എനിക്ക് തോന്നി ഈ പാർക്കിൻ്റെ ഭംഗി തന്നെ അതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞപ്പൂ ഇങ്ങനെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. കണ്ട, എല്ലായിടത്തും ഇങ്ങനെ കൊടുത്തിന്. കൂടുതൽ ഓവർ വലിപ്പമാകാതെ ഒരു വെട്ടി നല്ല സ്റ്റൈലാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഒരു വിഷമങ്ങളൊന്നും ഉണ്ട്, പക്ഷെ മനസ്സിലെന്തോ ഒരു ടെൻഷന്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയൂല, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവള് വന്നത്. ഇവള് പിന്നെ വന്ന പാർക്കിൽ ഇങ്ങനെ നടക്കാൻ പോകും കേട്ടോ. എവിടെയെങ്കിലും എഴുത്തുള്ള പാർക്കിലെല്ലാം നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിക്കൂലൊന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് എവിടെയാണെങ്കിലും ഇങ്ങനെ നടന്ന് വരാം. നല്ല രസമുണ്ട്, നല്ല ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് നല്ല ചായ എല്ലാം എടുത്ത് നല്ല എന്താ പറയുക, ചൂടുള്ള പഴംപൊരിയെല്ലാം വാങ്ങി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ കഴിക്കുന്നൊരു സുഖമായിരിക്കും അല്ലേ. ഈ പൂവ് എന്ത് രസമാണെന്ന് നോക്കി നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രീജ ഊഞ്ഞാലാടുന്നത്, ഞാൻ ഊഞ്ഞാലാടുന്ന ഓള് വീഡിയോ എടുത്ത വീഡിയോ ഓണാക്കാതെ മൊബൈൽ പിടിച്ചിന് തോന്നുന്നു, അത് കാണുന്നില്ല.
പിന്നെ ഓള് ഊഞ്ഞാലെല്ലാം ആടി ഇങ്ങനെ എല്ലാം ഒരു രസമല്ലേ. അമ്മക്ക് വേറെ എന്താ ഉള്ളത്? അമ്മക്ക് ഇങ്ങനെ പാർക്കിലെല്ലാം പോവുക, ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോവുക, ഇതന്നെ ഉള്ളൂ പ്രവാസികൾക്കുള്ള ജീവിതം, വേറെ ഒന്നുമില്ല. ഇന്നല്ല ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് വേഗം ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. എന്ത് രസമാണെന്നാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പാർക്ക്. പിന്നെ ആളും കുറവേന്, കുറച്ചൊരു 5-6 പെൺകുട്ടികളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ തോന്നുന്നു. ഓലുണ്ട് ഇതിമ്മ ഫർദെല്ലാം ഊരിയിട്ട്, പിന്നെ എന്താ പറയുക, ജീൻസും ബനിയനെല്ലാം അടിയിലിട്ടിന്. ഫർദെല്ലാം വന്നപാട് ഒരു പാർക്കിൽ ഒരു ഇതിമ്മ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓലിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലേഡീസ് മാത്രമായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ജീൻസ്, നല്ല ഡ്രസ്സ്, അതിൻ്റെ മേലെ ഒരു ഫർദലിട്ട് മുഖമെല്ലാം മൂടിയിട്ടാണ് വന്നിന്. അതെല്ലാം നോക്കുമ്പോൾ ഒരു ബെഞ്ചിൻ്റെ മേലെ ഇങ്ങനെ ഊരിയിട്ടിട്ട് ഓലിങ്ങനെ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇവിടെ ഈ തുണി ഇങ്ങനെ കിടക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഓരോ ഫർദകളാണ്. അപ്പോൾ ആർക്കെങ്കിലും മക്കളായിട്ടെല്ലാം പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പാർക്കിലേക്ക് വന്നോളൂ. ഇത് മമ്മൂറ പാർക്കാണ്, ലേഡീസ് പാർക്ക് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ അധികം ഫാമിലി ഇവിടുത്തെ ഈ ഏരിയയിലെല്ലാം താമസം. ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും എല്ലാം നല്ല ഇതുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്നാൽ ഇപ്പോൾ ഒറ്റക്കായാലും കുഴപ്പമില്ല. ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇരുന്നാലെല്ലാം നമ്മളെ മനസ്സും എല്ലാം ഒന്ന് ഹാപ്പി ആവും. ചെടികളാണെങ്കിൽ തണുപ്പുകൊണ്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുക. നല്ല രസമുണ്ട് കേട്ടോ ചെടിയെല്ലാം കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ പാർക്ക് എടുത്തിട്ട് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ നമ്മൾ ഈ മമ്മൂറയിലെല്ലാം താമസിക്കുന്ന വിസിറ്റെല്ലാം വന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓല് വിചാരിക്കുന്നുണ്ടാവും എവിടെയാണ് പാർക്ക് ഉള്ളത് എന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ ഓലും കൂടി നമ്മളെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ മമ്മൂറ ഖദീജ സ്കൂളിൻ്റെ നേരെ ബാക്ക് സൈഡ് കേട്ടോ ഈ പാർക്കുള്ളത്. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളായിട്ടെല്ലാം വന്ന് ഇവിടെ എല്ലാം എൻജോയ് ചെയ്തോളി. ഒരുപാട് കുട്ടികളിപ്പോൾ വിസിറ്റെല്ലാം മക്കളായിട്ടെല്ലാം വന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പാർക്ക് ഇവിടെ ഉണ്ടോ. മമ്മൂറയിൽ 2 വലിയ പാർക്കുണ്ട്. ഒന്ന് ഫാമിലി പാർക്കും ഉണ്ട്, ഒന്ന് ലേഡീസ് പാർക്കും ഉണ്ട് കേട്ടോ. രണ്ടും അപ്പുറം ഇപ്പുറമാണ്. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്തോളി കേട്ടോ. വേറൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂട്ടുകാർ, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.